അപ്പോൾ നമ്മളങ്ങനെ വിസ്ലർ വില്ലേജിലേക്ക് എത്തിയിട്ടോ. ഈ വിസ്ലർ വില്ലേജ് എന്ന് പറയുന്നത് ഫുള്ള് മൗണ്ടൻസിൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ഒളിമ്പിക്സിൻ്റെ ലോഗോ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. അന്ന് വിൻ്റർ ഒളിമ്പിക്സിൻ്റെ ഒരു സ്റ്റേജായിരുന്നു. ഒരു വിൻ്റർ ഒളിമ്പിക്സ് നടന്ന സ്ഥലമാണ് ഈ പറയുന്ന, ഇപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യണ ഈ സ്ഥലം. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ടൗണാണ് ഈ കാണുന്നത്. ആളുകൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, ഒരു ബൈനോക്കുലറൊക്കെ ഇവരിവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് യൂസ് ചെയ്ത് നോക്കാം. നമുക്കതിൽ കൂടെ മൗണ്ടൻസ് ഒക്കെ കാണാൻ പറ്റും. വിസ്ലർ വില്ലേജിൻ്റെ പല സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഒളിമ്പിക്സ് നടന്ന സ്ഥലമാണിത്. കാനഡയിൽ വിൻ്റർ ഒളിമ്പിക്സ് നടന്ന സ്ഥലമാണ് ഈ വിസ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അന്നത്തെ ഒരു സ്റ്റാച്ചു ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് പോയി കാണാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിൽ ഈ നേരെ കാണുന്നതായിട്ട് ഒളിമ്പിക് പ്ലാസ. ഈ ഒളിമ്പിക്കിൻ്റെ അന്ന് നടന്ന വിൻ്റർ ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒളിമ്പിക്സിൻ്റെ സിമ്പലാണ് ആ കാണുന്നത്. അതിൻ്റെ ബാക്ക് വ്യൂ ആണ്. നമ്മൾ അതിൻ്റെ മുൻവശം കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മളങ്ങനെ നേരെ വിസ്ലർ വില്ലേജിൽ നിന്ന് നമ്മളിനി വലയ ലൂമിന എന്ന് പറയുന്ന വിസ്ലർ വില്ലേജിലാണ് ഒരു ലൈറ്റും ടെക്നിക്കലും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോ കാണാനായിട്ട് വലയ വില്ലേജ് എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഫയർ ട്രക്കാട്ടോ നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ ഫയർ എഞ്ചിൻ എന്നൊക്കെ പറയുന്ന പോലെ ഫയർ ട്രക്കാണ് ഈ കാണുന്നത്. ഫയർ സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വല ലൂമിന വില്ലേജിലാണ്. ഇത് വിസ്ലറിലുള്ള ഒളിമ്പിക്സ് വില്ലേജിൻ്റെ അടുത്തുള്ള ഒരു അഡ്വഞ്ചറസ് സ്പോട്ടാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ ഒരു ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ പേര് വെൽക്കം ടു ദ അഡ്വഞ്ചർ ഗ്രൂപ്പ് വാല ലൂമിന. അപ്പോൾ ഈ വാല ലൂമിനേൻ്റെ ഉള്ളിൽ എന്താണ് ഇവിടുത്തെ പ്രത്യേകതകളും ഇവിടെ എന്തൊക്കെയാണ് കാണാനെന്നുള്ളത് നമുക്ക് ഈ ബ്ലോഗിലൂടെ കണ്ടറിയാം. അപ്പോൾ നമ്മളിത് വാല ലൂമിനേൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതിങ്ങനെ ലൈറ്റ്സ് കൊണ്ടൊക്കെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതൊരു ലൈറ്റ് ആൻഡ് ഡിജിറ്റൽ ഷോയാണെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് കണ്ടോ, ലുക്കപ്പ് എന്ന് പറഞ്ഞൊരു എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ ഓരോ തട്ടുകളും കാര്യങ്ങളും ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതിവിടെ ആൾക്കാർ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത്. ഏകദേശം $52 ഒരാൾക്ക് ടിക്കറ്റിന് വരുന്നത്. ഇവിടെ ഒരു വലിയ ലൈനപ്പ് ഉണ്ട്. ഓരോ ഷോയ്ക്കും കയറാനുള്ള ആൾക്കാരുടെ ലൈനപ്പാണ് ഈ കാണുന്നത്. ഇത് കണ്ടത് വാലയ ലൂമിന എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് നമുക്ക് കാണാം. ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിരിപ്പുണ്ട്.
അപ്പൊ നമ്മളങ്ങനെ ടിക്കറ്റ് ഒക്കെ കാണിച്ച് ബാലാലുമിനിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ അകത്ത് കാണാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മള് പതുക്കെ നടന്ന് ഇങ്ങനെ പോയി ഇത് കാണണം. അതാണ് അതിന്റെ ഒരു സംഭവം. ഇവിടെ ഒരു ചെറിയ വൈൽഡ് അറ്റ്മോസ്ഫിയർ പോലെ ഒരു സംഭവമൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റേഞ്ചർ എന്ന് പറയുന്ന ഒരു ട്രയലിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നോക്കാം എന്താണ് കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് മേളിൽ. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു വിഷ്വൽ എഫക്ട്സ് വന്നിട്ടില്ല. എന്താണെന്നുള്ളത് നമുക്ക് കാണാം. മേളിലേക്ക് കയറുന്തോറും അതിൻ്റെ ഓരോ വിഷ്വൽസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും.